ഹലോ ഹായ് വെൽക്കം ടു സിവിൽ സർവീസ് സിംപ്ലിഫയർ. നെന്മാറ ഇരട്ടക്കൊലപാതകത്തിന് പിന്നിൽ യഥാർത്ഥത്തിൽ ചെന്താമര തന്നെയാണോ? ഇനി ഇങ്ങനെയായിരിക്കും വരിക. കാരണം അങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പ്. നമുക്കറിയാം ആരാണ് ചെന്താമര എന്ന് പറയുന്നത്. ചെന്താമര എന്ന് പറയുന്നത് ഒരു വ്യക്തിയെ കൊല്ലുകയും ജാമ്യത്തിൽ ഇറങ്ങി രണ്ട് വേറെ വ്യക്തികളെ കൊല്ലുകയും ചെയ്ത വ്യക്തിയാണ് ചെന്താമര. ഈ വ്യക്തിക്കെതിരെ ഒരുപാട് കംപ്ലൈന്റ്സ് പോയിട്ടുണ്ടായിരുന്നു നാട്ടുകാരിൽ നിന്ന്. അതുപോലെ തന്നെ കൊലപാതകങ്ങൾ കഴിഞ്ഞതിന് ശേഷം നാട്ടുകാർ മൊഴി കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ മൊഴികളിൽ പറയുന്ന കാര്യം എന്ന് പറയുന്നത് ചെന്താമര കൊന്നതിന് ശേഷം ആയുധവുമായി രക്ഷപ്പെടുന്ന കണ്ട ആളുകൾ ഉണ്ട് എന്നാണ് മൊഴിയിൽ പറയുന്നത്. അതുപോലെ തന്നെ ഈ കൊല്ലപ്പെട്ട വ്യക്തികളെയും ഭീഷണിപ്പെടുത്തിയതായിട്ട് കണ്ടിട്ടുണ്ട് എന്നാണ് മൊഴികൾ പറയുന്നത്. അതുപോലെ തന്നെ നാട്ടുകാരെയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടെന്ന് നാട്ടുകാർ മൊഴി കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ മൊഴി കൊടുത്തതിൽ 4 പേർ ഇപ്പോൾ മൊഴി മാറ്റി പറഞ്ഞിരിക്കുകയാണ്. പോലീസ് പറയുന്നത് ഈ ചെന്താമരയെ ഭയന്നിട്ടാവണം ഇവർ മൊഴി മാറ്റിയിട്ടുള്ളതെന്ന്. അവരെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം ഒരു വ്യക്തിയെ കൊന്നതിന് ശേഷം ജാമ്യത്തിൽ ഇറങ്ങി 2 വ്യക്തികളെ കൊന്ന മനുഷ്യനാണ് ഈ ചെന്താമര എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവരെ ഭയം എന്ന് പറയുന്നത് അത് സ്വാഭാവികമായിട്ടുള്ള കാര്യം തന്നെയാണ്. കാരണം അവർക്കറിയില്ല ഇനി ഈ വ്യക്തി ജാമ്യത്തിൽ ഇനി ഇറങ്ങുമോ, അതുപോലെ അല്ലെങ്കിൽ ശിക്ഷ കഴിഞ്ഞിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പക വീട്ടാൻ വേണ്ടി വരുമോ എന്നൊക്കെ അവർക്ക് സംശയമുണ്ടാവും. അതുകൊണ്ട് തന്നെ അവരെ കുറ്റം പറയുകയില്ല. പിന്നെ ആരെയാണ് കുറ്റം പറയേണ്ടത്? ഒരു കൊലപാതകം ചെയ്ത വ്യക്തിക്ക് ജാമ്യം കൊടുത്ത ആളുകളെയല്ലേ കുറ്റം പറയേണ്ടത്? ഇവിടുത്തെ നിയമവ്യവസ്ഥയല്ലേ കുറ്റം പറയേണ്ടത്? കാരണം അതുകൊണ്ടല്ലേ അവരിപ്പോൾ ഭയന്നിട്ട് ആ ഒരു സാക്ഷി അല്ലെങ്കിൽ മൊഴി മാറ്റി പറയാൻ നിൽക്കുന്നത്, മൊഴി മാറ്റി പറഞ്ഞിട്ടുള്ളത്. ഇനിയും മൊഴികൾ മാറ്റി പറയാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ മൊഴികളൊക്കെ മാറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അവസാനം ചെന്താമര നല്ല പുള്ളിയായി മാറും. ഞാൻ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ചെന്താമരയാണോ ഈ കൊലപാതകങ്ങളൊക്കെ ചെയ്തത് എന്നുള്ളൊരു കാര്യം. ഈ ഒരു സ്റ്റേജിലേക്ക് എത്തും ഈ മൊഴികളൊക്കെ മാറി മാറി വന്നു കഴിഞ്ഞാൽ. അതിനൊക്കെ കാരണം എന്താണ്? നമ്മുടെ നീതി ന്യായ വ്യവസ്ഥയാണ്. കാരണം ഒരു കൊലപാതക കേസിലെ പ്രതിക്ക് ജാമ്യം കൊടുത്തിരിക്കുന്നു. ഏതെങ്കിലും ചെറിയ പെറ്റി കേസസിലൊക്കെ ആണെങ്കിൽ ഓക്കെ, അത് ജാമ്യം കൊടുക്കാം, ഓക്കെയാണ്. പക്ഷെങ്കിൽ കൊലപാതക ശ്രമവുമല്ല, കൊലപാതക കേസിലാണ് ഒരു വ്യക്തിയെ പിടിച്ചിട്ട് ജാമ്യത്തിൽ വിട്ടിട്ടുള്ളത്. അതിനുശേഷം ആ വ്യക്തി 2 പേരെയും കൂടി കൊന്നുകളഞ്ഞു. എന്തിരിക്കുന്നു? എവിടെയാണ് നിയമം? ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കോമെന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇൻഫോർമേറ്റീവ് ആയാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് മീ ആൻഡ് സ്റ്റേ ട്യൂൺഡ് ഫോർ അനദർ വീഡിയോ. ഓക്കെ, താങ്ക് യു.